ഇപ്പോൾ വയനാട് ജില്ലയിൽ ഷിഗല്ല വ്യാപനം തടയാനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നു. ക്ലോറിനേഷൻ നടപടികൾ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ സ്കൂളുകളുടെയൊക്കെ തന്നെ കിണറുകളൊക്കെ തന്നെ പരിശോധിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം കുട്ടികൾ രോഗലക്ഷണങ്ങൾ കാട്ടിയ മാർ ബസേലിയോസ് AUP സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രാഥമിക നിഗമനം ആ വെള്ളത്തിൽ നിന്നാണ് ഷിഗല്ല വ്യാപനം എന്നായിരുന്നുവെങ്കിലും വെള്ളത്തിൽ നിന്നും പരിശോധനയുടെ ഫലമായി ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കിണറുകളിലേക്കും ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിലൊക്കെ തന്നെ പരിശോധനാ ഫലം എടുക്കും എന്നുള്ളത് കൂടിയാണ്. നിലവിൽ 44 പേരാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. 8 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 502 പേർ ഇതുവരെ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഇതിൽ 2 രക്ഷിതാക്കളും ഒരു അധ്യാപികയ്ക്കും ഒക്കെ തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്കും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന. ഊർജിതമായി ഷിഗല്ല വ്യാപനം ജില്ലയിൽ തടയാനുള്ള പ്രവർത്തനങ്ങൾ